ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെപ്പോലെ സംസാരിക്കരുത്. എം.വി. ഗോവിന്ദനെതിരെ കത്തോലിക്ക കോൺഗ്രസ്. ഗോവിന്ദച്ചാമി സംസാരിക്കുന്നത് പോലെ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സംസാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ എം.വി. ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ഒരു നിലപാടും അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുകയും ചെയ്ത തലശ്ശേരി ആർച്ച് ബിഷപ്പ് അവസരവാദിയാണെന്ന് എം.വി. ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. സഭാപിതാക്കന്മാർക്ക് പ്രസ്താവന ഇറക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുവാദം ആവശ്യമില്ല. സഭയ്ക്ക് സഭയുടേതായ നിലപാടുകളുണ്ടെന്നും അത് എവിടെയും സ്വതന്ത്രമായി പറയുന്നതിനുള്ള ആർജവത്വവും സ്വാതന്ത്ര്യവും സഭയ്ക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPM പോലുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായും ബോധപൂർവവും സംസാരിക്കണം. ഇനി ഒരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്, ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് ഇപ്പോഴിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവർ ഇരുന്ന പദവിയിലാണെന്ന് മറക്കരുത്. തിരുത്തണമോ എന്ന കാര്യം എം.വി. ഗോവിന്ദൻ തീരുമാനിക്കട്ടെ. മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം, ഫാദർ കൂട്ടിച്ചേർത്തു. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ തരംതാഴ്ന്ന പ്രസ്താവന നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടും ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്ന് അതിരൂപത പ്രതികരിച്ചിരുന്നു.